ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സച്ചി നമ്മുടെ ശ്രുതിക്ക് ഇട്ടിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സച്ചി പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തിട്ട് ശ്രുതിയെ ആകെ കുഴപ്പത്തിലാക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം. ബാക്കി വിശേഷങ്ങൾ നോക്കാം കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ശ്രുതിയും സുതിയും അവിടുന്ന് പോവാൻ കേട്ടോ, ഭക്ഷണമൊന്നും കഴിക്കാതെ പോകുന്നത് കാണുമ്പോൾ രവിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. എന്തിനാ ചന്ദ്ര ഈ ചടങ്ങും ആചാരങ്ങളൊക്കെ? ആ പെൺകുട്ടിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും പറയുമ്പോ ഇത് കേട്ട ഉടനെ തന്നെ അച്ഛ എന്നാ മാത്രല്ലേ മലേഷ്യയിൽ നിന്ന് വരാനുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുള്ളൂ എന്തെന്ന് ചന്ദ്രമ ചോദിക്കുമ്പോ മലേഷ്യയിൽ നിന്ന് സുധിയുടെ അമ്മായിപ്പം വരാനുണ്ടല്ലോ അതിനെ കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് സച്ചി അഡ്ജസ്റ്റ് ചെയ്യാണേ. സച്ചി അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫോൺ വരുന്നുണ്ട് കേട്ടോ. കോൾ എടുത്ത് നോക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട്, എടാ ഭക്ഷണം കഴിച്ചതിന് ശേഷം സംസാരിക്കുന്നത് അച്ഛ കുറച്ച് അർജന്റാണ്, എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. വിളിച്ചത് വേറെ ആരുമല്ല നീലിമയായിരുന്നു കേട്ടോ. എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇന്ന് 2-3 ഇടത്ത് പോകാനുണ്ടായിരുന്നു, എന്നെ ഡ്രോപ്പ് ചെയ്ത അതേ ഹോട്ടലുണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയാണേ. പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ വെക്കും. കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു പൂരിയും കൂടിയൊക്കെ വെക്കട്ടെ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, എനിക്ക് ഫോറിൻ ട്രിപ്പ് വന്നിട്ടുണ്ട്, പോവാണെന്ന് പറഞ്ഞിട്ട് വേഗം സച്ചി അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് സച്ചി ആ നീലിമയും കൊണ്ടിട്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. സുധിയും ശ്രുതിയും പോയിരിക്കുന്ന അതേ ആ ട്രാവൽ ഏജൻസിയിലൊക്കെയാണ് നമ്മുടെ നീലിമ ചെല്ലുന്നത് കേട്ടോ. മാഡം എന്താ ഇവിടെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ ഈ ട്രാവൽ ഏജൻസി വഴിയാണ് ഞാൻ കാനഡയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്, എന്റെ റിട്ടേൺ ടിക്കറ്റ് കൺഫേം ആയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു 2 മിനിറ്റ്സ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ മാഡം എത്ര ടൈം വേണം എടുത്തോളൂ, ഞാൻ വെയിറ്റ് ചെയ്തോളൂ എന്ന് സച്ചി പറയുന്നുണ്ടേ. നീലിമ ഉള്ളിൽ കയറുമ്പോ തന്നെ ആ സ്ത്രീക്ക് നന്നായിട്ട് ഇവരെ അറിയാട്ടോ. ഹലോ നീലിമ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തുന്നുണ്ട്. റിട്ടേൺ ടിക്കറ്റ് ഓക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാളെ എക്കണോമിക് ക്ലാസ്സിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതാ മാഡം എന്ന് പറഞ്ഞിട്ട് ആ സ്ലിപ്പൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന നീലിമയുടെ അടുത്ത് സ്റ്റാഫ് പറയുന്നുണ്ട് കേട്ടോ, മാഡം നിങ്ങളെ ചോദിച്ചിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്നുള്ള കാര്യം, എന്നെ ചോദിച്ചിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ മാഡം, മാഡത്തിന്റെ ഫോട്ടോ ആണ് കാണിച്ചത്, മാഡത്തിന്റെ മുത്തശ്ശി മരിച്ചുപോയെന്നും മാഡത്തിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് മാഡത്തിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. നിങ്ങൾ എന്റെ അടുത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നും ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യത്തെക്കുറിച്ച് അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല മാഡം, മാഡം ഇവിടുത്തെ റൂൾസ് പ്രകാരം ക്ലയന്റ് ഡീറ്റെയിൽസ് ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതിരിക്കട്ടെ ആരാ വന്ന് ചോദിച്ചതെന്ന് നീലിമ വീണ്ടും ചോദിക്കുമ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ചേർന്നിട്ടാ വന്നത്, അവരുടെ പേര് സുധീന്ദ്രൻ എന്നാണ് പറഞ്ഞെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ നീലിമ ശരിക്കും ഷോക്ക് ആവുന്നുണ്ടേ. ഇത് കേൾക്കുമ്പോൾ നീലിമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഓഹോ അവന് കല്യാണമായല്ലേ, പിന്നെയും എന്നെ എന്തിനാ തേടി നടക്കുന്നത്, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാഡം ഇത് ഫസ്റ്റ് ടൈമാണ്. മാഡത്തിന്റെ മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് മുത്തശ്ശനൊന്നുമില്ല, ഇതാരോ ചുമ്മാ കള്ളം പറഞ്ഞതാണ്, ഇനി ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എന്റെ ഡീറ്റെയിൽസ് കൊടുക്കരുത് മാഡം, ഞങ്ങളുടെ ഏജൻസിയുടെ മോട്ടോ തന്നെ ട്രസ്റ്റ് ആണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞങ്ങൾ ആരടുത്തും കസ്റ്റമേഴ്സിനെ കുറിച്ച് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ നീലിമ വന്ന് തിരിച്ച് വണ്ടിയിൽ കയറാണ് കേട്ടോ. വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ മാഡം ടിക്കറ്റ് ബുക്ക് ആയില്ലേ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. ബുക്ക് ആയിട്ടുണ്ട്, നാളെ തിരിച്ചു പോകുന്നുള്ള കാര്യം പറയുമ്പോൾ നല്ല സവാരിയായിരുന്നു മാഡം, വേഗം തിരിച്ചു പോവാണല്ലേ. ശരി കുഴപ്പമില്ല മാഡം, എന്തായാലും നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയല്ലേ പറ്റുള്ളൂ മാഡം, ഇനിയും വരുന്ന സമയത്ത് എന്നെ കോൾ ചെയ്യണമെന്നൊക്കെ പറയാണ് കേട്ടോ. ഇപ്പൊ എവിടെ നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നേരെ പോവും ഞാൻ പറയാന്ന് പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത്. അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീലിമയുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടി ആ പാർലറിന് അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പാർലർ പോയിക്കൊണ്ടിരിക്കുന്ന ആ പാർലർ ക്ലോസ് ചെയ്തു എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. ഓഹോ ക്ലോസ് ചെയ്തല്ലേ, എന്നാ ശരിയുടെ എന്നിട്ട് ഫോൺ വെക്കുന്നുണ്ട്. പാർലറിന്റെ കാര്യം കേൾക്കുമ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ട്, മാഡത്തിന് എന്താ പാർലറിലേക്ക് പോണോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. ആ പോണെന്ന് പറയുന്നുണ്ടേ. മാഡം എനിക്കറിയുന്ന ഒരു പാർലർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ പാർലർ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അവിടെ ലേഡീസ് ഓൺലി ആണോ എന്ന് ചോദിക്കുന്നുണ്ടേ. അതെ എന്ന് പറയുന്നുണ്ട്. മാഡം പോവാന്ന് ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അവരാണെങ്കിൽ ഓക്കെയും പറയുന്നുണ്ട്. മാഡം എനിക്കറിയുന്ന അവിടെ ഒരു പെണ്ണുണ്ട്, അവള് ആളിച്ചിരി കളത്തുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ജോലി ചെയ്യുമെന്ന് പറയണേ. ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് പറയാണേ. അപ്പൊ അവിടെ അടുത്തേക്ക് ഞാൻ കാരണം നല്ലൊരു വരുമാനം വരാൻ വേണ്ടി പോവാണ്. എന്താ സച്ചി നീ എപ്പോഴും നല്ലവനായിട്ടിരിക്കുന്നതൊക്കെ സച്ചി സ്വയം തന്നെ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നീലിമ വയ്ക്കുന്നുണ്ട്, എന്താ പറഞ്ഞെന്നുള്ള കാര്യം. ഒന്നുമില്ല മാഡം, ഞാൻ എന്റെ അടുത്ത് തന്നെ സംസാരിച്ചാണ്, കുറച്ച് സമയം കൊണ്ട് അവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാർലറിന് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് മാഡം ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പാർലറല്ലേ അല്ലേ എന്നുള്ള കാര്യം വീണ്ടും നീലിമ ചോദിക്കുമ്പോൾ അതേ ആണെന്നും ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് മാഡം, നല്ലതാണെന്ന് പറയാണ് കേട്ടോ. ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് പണം കൊടുക്കുന്നുണ്ട്. മാഡം വെയിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ടൈം എടുക്കും,
നിങ്ങൾ പൊക്കോളൂ, ആവശ്യമില്ല ഞാൻ വിളിച്ചോളാം എന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്. റിസപ്ഷനിൽ ചെന്നിട്ട് നീലിമ പറയുന്നുണ്ട് എനിക്ക് ഫേഷ്യൽ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. റിസപ്ഷനിലെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് മാഡം ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്, അവർക്ക് ഫേഷ്യൽ ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഈ ക്ലയന്റിന്റെ കഴിഞ്ഞു, അവരുടെ അടുത്ത് ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ നീലിമ ഉള്ളിലേക്ക് ചെല്ലുവാണ്. നീലിമയെ കണ്ട ഉടനെ തന്നെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആ ഏജൻസിയിൽ പോയിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്തത് ശ്രുതി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ഉണ്ടല്ലോ. ഇവളാണോ ശ്രുതിയെ പറ്റിച്ച് പണം കൊണ്ടുപോയതെന്നുള്ള കാര്യം ചിന്തിക്കണേ. അപ്പോഴേക്കും ശ്രുതി അങ്ങനെ ഷോക്കായിട്ട് പോലെ നിൽക്കുവാണല്ലോ. ഹലോ മാഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ആ മാഡം വരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീലിമ അവിടെ ഇരുത്തുവാണേ. അങ്ങനെ നീലിമ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഐബ്രോ ചെയ്യണം, ഫേഷ്യലും ചെയ്യണം. ഫേഷ്യൽസിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണല്ലോ. ഹലോ നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ലേ, ഷുഡ് ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട മാഡം മനസ്സിലായി. അപ്പൊ ഗ്ലോയിങ് ഫേഷ്യലിനെ കുറിച്ച് പറയാണ് കേട്ടോ. എന്തായാലും 1 അവറിന്റെ ഉള്ളിൽ തന്നെ തീരില്ലേ, ഈ സമയത്ത് ഭയങ്കര ഹോട്ടാണ് പുറത്ത് എന്നുള്ള കാര്യം പറയുമ്പോൾ മാഡം പുറത്തുനിന്ന് വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. യെസ് എന്ന് പറയുന്നുണ്ട്. ഏത് നാട്ടിൽ നിന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കാനഡ എന്ന് പറയണേ. അപ്പൊ കൺഫേം ആയല്ലോ, കാനഡയിലേക്കാണല്ലോ ശ്രുതിയെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഭയങ്കര കോൾഡ് ആയിരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സീസണിലൊക്കെ ഓക്കെ ആയിരിക്കും, വിന്റർ ടൈമിലാണ് കോൾഡ് കൂടുതൽ, സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും, ഫേസിലൊക്കെ കുറച്ച് റിങ്കിൾസ് ഒക്കെ ഉണ്ട്. ഡോണ്ട് വരി മാഡം, ഷേപ്പ് തന്നെ മാറ്റാം എന്ന് പറയുമ്പോൾ വാട്ട് എന്ന് ചോദിക്കുകയാണ് നീലിമ. സ്മൂത്തനിങ് ചെയ്തിട്ട് മാഡത്തിന്റെ ഷേപ്പ് തന്നെ ഫേസിന്റെ മാറ്റാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. 1 അവറിൽ നമുക്ക് തീർക്കാം. മാഡത്തിന്റെ നെയിം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീലിമ എന്നും കൂടി പറയാണേ. അപ്പോൾ ശ്രുതിക്ക് കൺഫേം ആയി. നൈസ് നെയിം, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, 2 മിനിറ്റ്സ് ഇരിക്കും എന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ മിററൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ശ്രുതിയെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി നീ എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ഫൈനാൻസ് കമ്പനിയിൽ പോയിട്ട് കാശ് ചോദിക്കാൻ, കടം മേടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവര് തരുന്നുള്ള കാര്യം തോന്നില്ല, എന്തോ കാശ് കിട്ടുന്നുള്ള വിശ്വാസം തന്നെ എനിക്ക് പോയിന്ന് പറയുമ്പോൾ കാശ് ഉറപ്പായിട്ട് കിട്ടുമെന്നും അത് തരാൻ വേണ്ടിയിട്ട് ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണേ. നീ ഉടനെ തന്നെ പാർലറിലേക്ക് വാ. ആര് വന്നെന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോ ആ നീലിമ വന്നിട്ടുണ്ട്. നീലിമയോ? ചുമ്മാ കളിക്കല്ലേ എന്നുള്ള കാര്യം പറയുമ്പോ സത്യമായിട്ട് പറയാണ് 2 ദിവസം മുമ്പാണ് അവൾ ഇന്ത്യയിൽ വന്നത്. നമ്മുടെ പാർലറിലേക്ക് തന്നെ വന്നിട്ട് അവള് ശരിക്കും പിടിക്കപ്പെട്ടു. അവൾ എന്നെ പറ്റിച്ചിട്ട് പോയിട്ട് അവൾക്ക് ഇത്രയും ധൈര്യം തിരികെ വരാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് നിന്ന് നമുക്ക് കാശ് മേടിക്കാം, നീ ഉടനെ തന്നെ വാ, ഇതാ വരാ എന്ന് പറഞ്ഞിട്ട് അവളെ പോവാൻ വേണ്ടിയിട്ട് വിടരുത്, അവളെ പിടിച്ചു വെക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി വരുന്നത് പാർലറിലേക്ക്. തിരികെ വീണ്ടും നീലമയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് മാഡം ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തുടങ്ങാം എന്ന് പറയാണേ. ഓക്കെ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ആ മാഡം അതൊക്കെ നമുക്ക് ഉടനെ തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. മാഡം ഫസ്റ്റ് ടൈം എൻ്റെ പാർലറിലേക്ക് വന്നതല്ലേ, അത് ഒരിക്കലും മറക്കാനാത്ത ഒരു അനുഭവമാക്കി മാറ്റി തരാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി പൂ കൊണ്ടിട്ട് ചെല്ലുവാണ് കേട്ടോ ഒരു കടയിലേക്ക്. രേവതി പൂ കൊണ്ടുവന്നോ? നിന്റെ ഓടിക്കൊണ്ടിരിക്കുന്ന പൂക്കടയെ കുറിച്ചിട്ട് ഞങ്ങളും അറിഞ്ഞു, എന്തായാലും നല്ല കാര്യമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതേ ചേച്ചി, എല്ലായിടത്തേക്കും വണ്ടിയിൽ കൊണ്ടുപോയിട്ട് പൂ കൊടുക്കുവാണ്. നല്ല കാര്യമാണ് രേവതി. പണ്ട് നീ സൈക്കിളിനകത്തായിരുന്നല്ലോ പൂ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിയുന്നതിന് മുമ്പ്. അതേ ചേച്ചി, അത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു, വെയിലില് കുറെ ദൂരം പോണായിരുന്നു. ഇപ്പൊ സ്കൂട്ടറിൽ വരുന്നത് ഒരുപാട് ഈസിയാണ്. സച്ചിയേട്ടൻ എനിക്ക് വേണ്ടി മേടിച്ചു തന്നാന്ന് പറയുമ്പോ നീ ഭാഗ്യമുള്ള കുട്ടിയാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് എന്നും നിന്റെ ഭർത്താവ് നല്ലവനാണ്. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സ്വന്തം ഭാര്യ തന്നേക്കാൾ വളരുതെന്നുള്ള കാര്യം വിചാരിച്ചിട്ട് വീടിനുള്ളിൽ തന്നെ ഇരുത്തും. നിന്റെ ഭർത്താവ് നിനക്ക് വണ്ടി മേടിച്ചു തന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ജോലി തന്നെ ചെയ്യിപ്പിക്കുന്നു. നല്ല കാര്യം രേവതി. അങ്ങനെ രേവതിയുടെ കയ്യിൽ പണം കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതി പോകുന്ന സമയത്ത് മോളെ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് നിൽക്കാൻ വേണ്ടി പറ്റുമോ? എന്റെ മോള് വരുന്നത് നോക്കിയിട്ട് നിന്നതാണ്, വീട്ടിലൊരു കൊറിയർ വന്നിട്ടുണ്ട്, അത് പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ ചേച്ചി ഒരുപാട് ടൈം ആവോ, എനിക്ക് 2-3 സ്ഥലത്ത് പൂ കൊടുക്കാൻ പോകാനുണ്ടെന്ന് പറയണേ. ഇല്ലതാ അവിടെ ജംഗ്ഷനിലാണ്, പെട്ടെന്ന് തന്നെ വരാം എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതിയെ കടയിൽ നിർത്തിയിട്ട് ആ ചേച്ചി പോവാണേ. തുടർന്ന് നമ്മുടെ നീലിമ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുകയാണല്ലോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഐബ്രോ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഓടി പിടിച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ശ്രുതി വരുന്ന സമയത്ത് മാഡം ബിസിയാണ് അവിടെ എന്നുള്ള കാര്യമൊക്കെ റിസപ്ഷനിലെ സ്റ്റാഫ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ശ്രുതി ബാഗ് അവിടെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഒരൊറ്റ കയറ്റമാണ്. ശ്രുതി എന്നിട്ട് നീലിമയെ കാണുവാണേ. ശ്രുതി അങ്ങനെ അരികിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ ശ്രുതിയെ കാണുന്നത്. ഒരൊറ്റ തിരിച്ചിലാണ് കേട്ടോ നീലിമ ശ്രുതിയെ കണ്ടിട്ട് ആകെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിക്കുന്നുണ്ട് കേട്ടോ. മതി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുക്കുന്ന പോവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നിക്കടി എന്ന് പറയാണേ. നിങ്ങളെന്താ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്ന നീലിമ ചോദിക്കുമ്പോ ഒരുത്തനെ പറ്റിച്ചിട്ട് കാശെടുത്ത് ഓടിക്കൊണ്ടുപോയ കള്ളിയായ നിനക്ക് എന്ത് മര്യാദ അടിത്തരേണ്ടത്? നിന്നെയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്. നിന്നെ തേടിയിട്ട് കാനഡ വരെ വരേണ്ടി വരുമെന്ന് വിചാരിച്ചു, പക്ഷെ നീ തന്നെ മുമ്പിൽ വന്ന് പെട്ടു. നിനക്ക് നീ എവിടെ ഓടിപ്പോവാൻ വേണ്ടി പറ്റില്ല. ഇരിക്കടി എന്ന് പറഞ്ഞിട്ട് കസേരലങ്ങ് ഇരുത്തുവാണ് കേട്ടോ ശ്രുതി. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ഒരു പെണ്ണാണോ? നിന്നെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചു,
എന്റെ വീട്ടില് എല്ലാവരും വിട്ടിട്ട് ഞാൻ നിന്റെ കൂടെ വരാനിരുന്നതല്ലേ? അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നോ? എന്നാ നീ എന്നെ പണത്തിന് വേണ്ടിയിട്ട് വിശ്വസിപ്പിച്ചിട്ട് കബളിപ്പിച്ചില്ലടി. നിന്നെ എപ്പോഴാണ് കാണാന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ കാരണം ഇന്ന് വരെ ഞാൻ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഒന്നും ചുമ്മാ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീലിമയുടെ കഴുത്ത് പിടിച്ച് നേരിക്കുവാണ് കേട്ടോ. ശ്രുതി പിടിച്ചു മാറ്റുന്നുണ്ടേ. ഇവളൊന്നും വെറുതെ വിടാൻ വേണ്ടി പാടില്ല എന്ന് ശ്രുതി പറയുമ്പോ ശ്രുതി കൊന്നിട്ട് എന്താ ആവാൻ വേണ്ടി പോകുന്നത്? നിനക്കൊന്ന് മനസാക്ഷിയില്ലേടി? കാശിന് വേണ്ടിയിട്ട് പ്രേമം നടിച്ചിട്ട് കബളിപ്പിച്ചല്ലേടി? നിനക്ക് എന്നെ കബളിപ്പിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നോടി? ഇവൾക്കൊക്കെ സ്നേഹത്തെ കുറിച്ചിട്ട് എന്തറിയാം ശ്രുതി? കാശിന് വേണ്ടിയിട്ട് നിന്റെ കൂടെ ഒന്നായി ചേരാൻ വേണ്ടിട്ട് ഇവള് തീരുമാനിച്ചു. ഇതിൽ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവൾ എത്ര വൃത്തികെട്ടവളാണെന്ന്? ഒന്നും അറിയാതെ നീ നിന്റെ ഇഷ്ടത്തിനൊന്നും സംസാരിക്കരുതെന്ന് നീലിമ പറയുമ്പോ നിന്നെ കുറിച്ച് എല്ലാം അറിയാടി. സുധിയെ പോലത്തെ ഒരു ഇന്നസെന്റിനെ കബളിപ്പിക്കാൻ വേണ്ടിട്ട് നിനക്ക് എങ്ങനെയാടി മനസ്സ് വന്നത്? ഇവൻ ഇന്നസെന്റോ? ഇതെല്ലാം ചോദിക്കാൻ നീ ആര്? അവൾക്ക് ചോദിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അവൾ എന്റെ വൈഫാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്താ നീ നോക്കുന്നത്? എന്നെ കബളിപ്പിച്ചിട്ട് പോയപ്പോ എന്റെ ലൈഫ് മൊത്തമായിട്ട് അങ്ങ് അവസാനിക്കുന്നു നീ വിചാരിച്ചോ? ദൈവമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഒരു ദേവതയെ പറഞ്ഞയച്ചതാണ് നിന്നെ പോലത്തെ ഒരു പിശാചിന്റെ അടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതിയെ പോലത്തെ ഒരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തായാലും നീ എന്റെ ലൈഫിൽ ഇല്ലാതെ പോയത് നല്ലതിന് തന്നെയാണ്. നിന്നെ പോലെ ഒരു ചീപ്പായി ഒരുത്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ലൈഫ് തന്നെ പോയേനെ. എന്തായാലും നീ ഇപ്പൊ നല്ല രീതിയിലല്ലേ ഉള്ളത്, പിന്നെ നീ ഇതിനെ കിടന്ന് തിളയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണെ ശ്രുതി. ഇതെടുത്തുനിന്ന് നീലിമ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഫ്രോഡ് എങ്ങോട്ടാടി പോകുന്നത്? പിടിച്ച് വീണ്ടും ഇരുത്താണ്. ആദ്യം ശ്രുതിയെ കബളിപ്പിച്ച 50 ലക്ഷം രൂപ എടുത്തു വെച്ചതിന് ശേഷം നീ എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. കാശ് തരാണ്ട് നിനക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനേ പറ്റില്ല. എന്താ നീ വരട്ടുവാണോ? ഇതൊന്നും കണ്ടിട്ട് പേടിക്കുന്നവളല്ല ഞാനിവന്റെ കൂടെ 6 മാസം ഒന്നായിട്ട് ജീവിച്ചു. അതൊക്കെ ഇതായി പോയിന്ന് പറയാണ് കേട്ടോ. ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് നിനക്ക് നാണോ ഇല്ലേ? കൂടെ എന്നതിന് കാശ് ശരിയായി പോയി എന്നുള്ള കാര്യം നീ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥവും നിന്നെ വിളിക്കേണ്ട പേരും വേറെയാണ്. ഡേ എന്ന് പറഞ്ഞിട്ട് നീലിമ ചാടിത്തുള്ളുമ്പോ വായ മുടടി, മര്യാദയ്ക്ക് പണം ഇവിടെ എടുത്തു വെച്ചിട്ട് പോ. ഇങ്ങോട്ട് നോക്ക്, അത് എന്റെ അച്ഛന്റെ റിട്ടയർമെന്റിന്റെ പണമാണ്. അതെടുത്തിട്ട് ഓടിപ്പോണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് വെച്ച് സമ്പാദിച്ച് തിരികെ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ നീ കാരണം ഞാൻ ഇപ്പോഴും ഒരു കള്ളനെ പോലെ ജീവിക്കുകയാണ്. ഓരോ ദിവസവും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് പണം തിരികെ താ. അതാ ഞാൻ പറഞ്ഞത്, എന്റെ കൂടെ നിന്റെ ലൈഫ് കുറച്ചുനാള് പോയില്ലേ, അതിന് ഈ പണം അതിന് പ്രത്യുപകാരമായിട്ട് എടുത്തു എന്ന് പറയാണേ. ആദ്യം ഞാൻ നിന്നെ കബളിപ്പിച്ചു എന്നുള്ള കാര്യം പറയരുത്, നീ പൊട്ടനായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. നീ വലിയ യോഗ്യനെ പോലെ സംസാരിക്കൊന്നും വേണ്ട. നീ തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എന്ന പേരും പറഞ്ഞിട്ട് കബളിപ്പിച്ചിട്ടല്ലേ ആ പണം മേടിച്ചത്? അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നീയല്ലേടി എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. അവരുടെ നിന്ന് എടുത്തോണ്ട് പോയ മുഴുവൻ പണവും കിട്ടണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോ നീലമ്മ പറയുന്നുണ്ട് കേട്ടോ, തരാൻ വേണ്ടി പറ്റില്ല, എന്താ ചെയ്യാന്ന്. ഇങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നീ തരില്ല എന്നറിയാം. സുധി പോലീസിനെ വിളിക്ക്. ഇവളുടെ പേരിൽ നമ്മൾ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അവര് വന്നിട്ട് ചോദിക്കേണ്ട പോലെ ചോദിച്ചു കഴിഞ്ഞാൽ പണം താനെ വരും. പോലീസിനെ ഒന്നും വിളിക്കരുത്, എനിക്ക് നാളെ തിരികെ കാനഡയിൽ പോകണം എന്നുള്ള കാര്യം പറയുമ്പോ ആഹാ അത് നല്ല കാര്യമാണല്ലോ. നിന്റെ മേലെ കേസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ നാട് വിട്ട് തന്നെ പോകാൻ പറ്റില്ലല്ലോ. സുധി കോൾ ചെയ്യുന്നു പറയാണേ. വേണ്ട, പറയുന്നത് കേക്ക് എന്നുള്ള കാര്യം നീലമ്മ പറയുന്നുണ്ടേ. എനിക്ക് നാളെ കാനഡയിൽ പോയേ പറ്റൂ. പണം എടുത്ത് വെച്ചിട്ട് നീ കാനഡയിലേക്കോ അതോ ദൈവത്തിന്റെ അടുത്തേക്കോ എവിടെ വേണമെങ്കിലും പോയിക്കോ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. സുധി പോലീസിനെ വിളിക്കുക എന്നുള്ള കാര്യം പറയണേ. അങ്ങനെ സുധി പോലീസിനെ വിളിക്കാൻ പോകുമ്പോഴേക്കും നീലിമ ഇങ്ങനെ മെല്ലെ നടന്നു പോകുന്നുണ്ടേ. കത്തി എടുത്തിട്ട് നമ്മുടെ ശ്രുതി ഒരടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മുഖത്ത് ചുളിവുണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് മൊത്തത്തിൽ ഞാൻ കോലം വരച്ച പോലെയാക്കും. മര്യാദയ്ക്ക് പോയിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഇരുത്തുവാണേ. അതേസമയം നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ കട നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചേച്ചി വരുമ്പോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി നോക്കുമ്പോ രേവതിയുടെ വണ്ടി കാണുന്നില്ല കേട്ടോ. രേവതി നോ പാർക്കിംഗ് ബോർഡിലോടത്തായിരുന്നു കേട്ടോ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പോലീസുകാർ വണ്ടിയായിട്ട് പോവാണ്. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നീലിമയെ കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ ഇരുത്തുവാണല്ലോ. ദയവ് ചെയ്തിട്ട് എന്നെ പോവാൻ അനുവദിക്കണം, ഇങ്ങനെ വരട്ടി എന്നെ ഇവിടെ ഇരുത്തുന്നത് നിയമപരം തെറ്റാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നീ ഒരു ഫ്രോഡാണ്, നീയാണോ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നീ സുധിയെ പറ്റിച്ചിട്ട് പണം എടുത്തോണ്ട് പോയതിനാണ് നിനക്ക് കൂടുതൽ ശിക്ഷ കിട്ടുക. ഏത് സെക്ഷനാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ഉടനെ തന്നെ വരും, വെയിറ്റ് ചെയ്യേ. സുധി പോലീസിനെ വിളിച്ചതിന് ശേഷം വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിന്നെ വിശ്വസിച്ചിട്ട് മണ്ഡപത്തിൽ നിന്ന് ഓടി വന്നവനാണ് ഞാന്. എന്നെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാണ്ടേ നീ പണം എടുത്ത് ഓടിക്കളഞ്ഞല്ലേ. നീ നല്ലവളാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. നീ മര്യാദയ്ക്ക് പണം തന്നിട്ട് പോയിട്ടില്ലെങ്കിൽ നിന്നെ ഞാനെന്ന് പറയുമ്പോഴേക്കും നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നെ നിങ്ങൾ വിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളാണ് അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ മിണ്ടാതെ വായ മൂടിയിട്ട് ഇരുന്നാൽ മതി എന്ന് കത്തി കാണിച്ച് പേടിപ്പിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ടേ. തുടർന്ന് അങ്ങോട്ട് പോലീസ് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. പോലീസ് വരുമ്പോഴേക്കും ശ്രുതി കത്തിയൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. സാർ വന്നത് നന്നായി
എന്നും ഇവർ രണ്ടുപേരും കൂടി എന്നെ കത്തി കാണിച്ച് പേടിപ്പിക്കായിരുന്നു. സാർ വന്നത് നല്ല സമയത്താന്നൊക്കെ നീലിമ പറയുമ്പോഴേക്കും കള്ളം പറയാണ് സർ. നീലിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവരെ പറ്റിച്ച് പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അതാ അവളാണിത് എന്നുള്ള കാര്യം പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. സർ ഇവര് കള്ളം പറയുകയാണെന്നും ഇവര് എന്നെ പണത്തിന് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്താണ്. ഐ എം ഫ്രം കാനഡ എന്നൊക്കെ പറയുമ്പോ നിക്കു, നിങ്ങളല്ലേ കുറച്ച് 6 മാസം മുമ്പ് ഇവരെ പറ്റിച്ച് പണം എടുത്തുകൊണ്ട് പോയിരിക്കുന്ന നീലിമ എന്ന് പറയുന്ന സ്ത്രീ? നിങ്ങളെ കുറിച്ച് ഓൾറെഡി കംപ്ലൈന്റ് ഉള്ളതാണ് സ്റ്റേഷനിൽ. നിന്നെ കുറിച്ചായിരുന്നു ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ 50 ലക്ഷം രൂപ എടുത്തുകൊണ്ടല്ലേ നീ പോയിട്ടുണ്ടായിരുന്നത്? സർ ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല, അത് എനിക്ക് വന്നു ചേരേണ്ട പണമായിരുന്നു എന്നുള്ള കാര്യം നീലിമ പറയുമ്പോഴേക്കും സർ കള്ളം പറയാണ്. തുടർന്ന് നീലിമ പറയുന്നുണ്ട്, സർ ഞാൻ ഇവരുടെ നിന്ന് പണം കൊണ്ടുപോയി എന്നുള്ളതിന്റെ എന്ത് തെളിവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മാഡം ഞങ്ങൾ ഇവിടെ ഉള്ളത്. എനിക്ക് ഫേസ്ബുക്കിൽ 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ട് പോലീസിനെ ഉപയോഗിച്ചിട്ട് ഇവരെന്നെ പണത്തിന് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം സാർ അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ നിങ്ങളടുത്ത് തന്നെ ഇവരെങ്ങനെ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് ശ്രുതി. കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളുടെ നല്ല കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.